ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ഫാർമസിയുടെ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ്സ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഹോമിയോപ്പതിക്കലി നമുക്ക് മെഡിസിൻ പ്രിപ്പറേഷന് രണ്ട് മെത്തേഡ്സ് പറയുന്നുണ്ട് അല്ലേ? ഓൾഡ് മെത്തേഡ് ആൻഡ് ന്യൂ മെത്തേഡ്, ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ഡോക്ടർ. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പറയുന്നത്, ഓൾഡ് ആൻഡ് ന്യൂ മെത്തേഡ്സ്. അപ്പോൾ പ്രോപ്പറായിട്ട് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ MCQ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ടോപ്പിക്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് അങ്ങനെയൊക്കെ വരാവുന്ന കുറച്ച് ടേംസ് ആണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ടേംസ് പരിചയപ്പെട്ടാലേ നമുക്കിനി അങ്ങോട്ട് പ്രിപ്പറേഷൻ പറയുമ്പോൾ എന്തൊക്കെയാണ് അതെന്ന് മനസ്സിലാവുള്ളൂ ക്ലിയർ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ടിങ്ചർ. ടിങ്ചർ എന്താണ്? ടിങ്ചർ ഈസ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനാണ് ആൽക്കഹോളും ഡ്രഗ് സബ്സ്റ്റൻസും കൂടെ മിക്സ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു സൊല്യൂഷൻ. ഈ ഡ്രഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും ആവാം. വെജിറ്റബിൾ കിങ്ഡത്തിൽ ആവാം, അനിമൽ കിങ്ഡത്തിൽ ആവാം, അല്ലെങ്കിൽ മിനറൽ സോഴ്സ് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഡ്രഗ് സബ്സ്റ്റൻസിനെ ആൽക്കഹോളുമായിട്ട് സിംപ്ലി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സൊല്യൂഷനാണ് ടിങ്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ഒരു ഡ്രഗ് സബ്സ്റ്റൻസിന്റെ ഏതെങ്കിലും ആ ഒരു സോളുബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ട് ലയിച്ചിട്ട് കിട്ടുന്നതായിരിക്കും ടിങ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടിങ്ചർ. ടിങ്ചർ ഈസ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ മിക്സിങ് ആൽക്കഹോളും ഡ്രഗ് സബ്സ്റ്റൻസും കൂടെ മിക്സ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ടിങ്ചർ. ഇനി മദർ ടിങ്ചർ എന്താണ്? ടിങ്ചറും മദർ ടിങ്ചറും തമ്മിൽ ഡിഫറൻസ് എന്താ? മദർ ടിങ്ചർ പറയുമ്പോൾ എഗെയിൻ നമ്മൾ ആൽക്കഹോളും ഈ ഡ്രഗ് സബ്സ്റ്റൻസും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താ? അക്കോർഡിംഗ് ടു ഹോമിയോപ്പതിക് ടെക്നിക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ്, ടെക്നിക്കുകൾ, അല്ലെങ്കിൽ ഇത്ര ഡ്രഗിന് ഇത്ര ആൽക്കഹോൾ, അങ്ങനെ കുറേ മെഷർമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. അതനുസരിച്ചിട്ട് ആൽക്കഹോളിനെയും ഡ്രഗ് സബ്സ്റ്റൻസിനെയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ പറയുന്ന ടെക്നിക്കുകൾ അനുസരിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു സൊല്യൂഷനാണ് മദർ ടിങ്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ മദർ ടിങ്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ കൊണ്ടുവന്ന ഡ്രഗ് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഡ്രഗ് സബ്സ്റ്റൻസിന്റെ എല്ലാ മെഡിസിനൽ പ്രോപ്പർട്ടീസും ക്യാരി ചെയ്യുന്നൊരു സൊല്യൂഷൻ ആയിരിക്കും മദർ ടിങ്ചർ എന്ന് പറയുന്നത്. സിംപ്ലി ടിങ്ചർ എന്ന് പറഞ്ഞാൽ അത് സിംപ്ലി മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ, അത് റീറ്റെയിൻ ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെ എല്ലാ മെഡിസിനൽ പ്രോപ്പർട്ടീസും റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഹോമിയോപ്പതിക് ടെക്നിക്സ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആൽക്കഹോളും ഡ്രഗ് സബ്സ്റ്റൻസും കൂടെ മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷനാണ് മദർ ടിങ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്ലിയർ ആണോ? ടിങ്ചറും മദർ ടിങ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആവുന്നു? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ടിങ്ചർ മീൻസ് നമ്മളെ കയ്യിൽ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു ചെടി, അതിന്റെ ലീവ്സ് ആണ് പാർട്ട് യൂസ്ഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ലീവ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ നമ്മൾ ആൽക്കഹോളുമായിട്ട് സിംപ്ലി മിക്സ് ചെയ്തിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ലീവ്സ് അങ്ങനെയല്ല, അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം അത് മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒരു റേഷ്യോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിപ്പറേഷനിൽ പറയുന്ന സക്കഷനോ അല്ലെങ്കിൽ ട്രൈച്ചുറേഷൻ അങ്ങനത്തെ ഒരു മെത്തേഡ്സും ഫോളോ ചെയ്യുന്നില്ല. സിംപ്ലി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന ആ ഒരു സൊല്യൂഷനെ പറയുന്ന പേരാണ് ടിങ്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇനി നേരെ തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഒരു ഡ്രഗ് സബ്സ്റ്റൻസിനെ കൊണ്ടുവന്നു, അതിനെ ആൽക്കഹോളുമായിട്ട് ഒരു നിശ്ചിത റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. അതിൽ നമ്മളുടെ ഹോമിയോപ്പതിക്കലി പ്രിപ്പയർ ചെയ്യാനുള്ള ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓൾഡ് മെത്തേഡോ അല്ലെങ്കിൽ ന്യൂ മെത്തേഡോ ഒക്കെ അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രഗ് സബ്സ്റ്റൻസ്, അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സൊല്യൂഷൻ, അതായത് ആ ഡ്രഗും ആൽക്കഹോളും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിശ്ചിത റേഷ്യോയിൽ മിക്സ് ചെയ്തെടുക്കുന്ന ആ സൊല്യൂഷനകത്ത് ആ ഡ്രഗ് സബ്സ്റ്റൻസിന്റെ എല്ലാ മെഡിസിനൽ പ്രോപ്പർട്ടീസും ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനാണ് മദർ ടിങ്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത് രണ്ടും? ഓക്കെ, ക്ലിയർ ആണ്. Yes, ma'am. ഓക്കെ. ഇനി സൊല്യൂഷൻ സിംപ്ലി മിക്സ്ചർ ആണ്. ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു,
അതിനെ വാട്ടറിൽ ലയിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ എടുത്ത് നമ്മൾ വാട്ടറിൽ ലയിപ്പിക്കുകയാണ്. അത് സിംപ്ലി സൊല്യൂഷൻ എന്ന് പറയുന്നത്. മിക്സ്ചർ ഓഫ് ഒന്നെങ്കിൽ സോളുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ വാട്ടറിൽ ലയിപ്പിച്ചെടുക്കുന്ന ഒരു മിക്സ്ചർ, അല്ലെങ്കിൽ രണ്ട് ലിക്വിഡ് ഫോമിലുള്ള രണ്ട് സബ്സ്റ്റൻസുകളെ തമ്മിൽ മിക്സ് ചെയ്തെടുക്കുന്നു, അത് സിംപ്ലി സൊല്യൂഷൻ. ഇനി മദർ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ എന്തായി, നമ്മുടെ ഈ ഡ്രഗ് സബ്സ്റ്റൻസും പ്യൂരിഫൈഡ് വാട്ടറും കൂടി നമ്മൾ ടിങ്ചറിൻ്റെ കേസ് പറഞ്ഞതുപോലെ നമ്മൾ ടെക്നിക്കുകൾ അനുസരിച്ച് ആ ഒരു നിശ്ചിത റേഷ്യോയിൽ അതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ വാട്ടറിൽ ആ ഡ്രഗ് സബ്സ്റ്റൻസിനെ ലയിപ്പിച്ചെടുക്കുകയാണ്. ആൽക്കഹോളിൽ സോലുബിൾ അല്ലാത്ത കേസിലാണ് കേട്ടോ. ആൽക്കഹോളിൽ സോലുബിൾ അല്ലാത്ത ഡ്രഗ് സബ്സ്റ്റൻസുകളെ നമ്മൾ വാട്ടറിൽ ലയിപ്പിച്ചെടുത്തുണ്ടാക്കുന്നതാണ് മദർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൽക്കഹോൾ ആണെങ്കിൽ മദർ ടിങ്ചർ എന്നായിരിക്കും നമ്മൾ പറയാം. വാട്ടർ ആണെങ്കിൽ മദർ സൊല്യൂഷൻ എന്നായിരിക്കും പറയാം. അപ്പോൾ അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, മദർ ടിങ്ചറും മദർ സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. മദർ ടിങ്ചർ ആണെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, മദർ സൊല്യൂഷൻ ആണെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ക്ലിയർ ആണോ, മദർ ടിങ്ചറും മദർ സൊല്യൂഷനും? യെസ് മാഡം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മദർ പൗഡർ. മദർ പൗഡർ അല്ലെങ്കിൽ ട്രൈച്ചുറേഷൻ എന്ന് പറയും. സെയിം തന്നെയാണ്, പക്ഷെ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഡിഫറെൻ്റ് ആണ്. സക്കാരം ലാക്ടസ് അല്ലെങ്കിൽ ഷുഗർ ഓഫ് മിൽക്ക് യൂസ് ചെയ്തിട്ട്, അപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്കും വേറെയാണ്, ട്രൈച്ചുറേഷൻ വഴിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള ഡ്രഗ് സബ്സ്റ്റൻസിനെ നമ്മൾ മദർ പൗഡർ എന്ന് പറയും. അപ്പോൾ ഈ മദർ പൗഡർ എന്ന് പറയുന്ന ഡ്രഗ് സബ്സ്റ്റൻസിൽ അതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് സബ്സ്റ്റൻസുകൾ ആൽക്കഹോളിലോ വാട്ടറിലോ സോളുബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതിൽ രണ്ടിലും സോളുബിൾ അല്ലാത്ത മെഡിസിൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഷുഗർ ഓഫ് മിൽക്ക് യൂസ് ചെയ്യും. ഷുഗർ ഓഫ് മിൽക്ക് യൂസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഡ്രഗ് സബ്സ്റ്റൻസും ഷുഗർ ഓഫ് മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുക്കും. ആ ഒരു പ്രോസസ്സ്, അതായത് ഇത് സോളിഡ്സ് ആണല്ലോ വരുന്നത് അവിടെ. ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ സോളിഡ് ആണ്. ട്രൈച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രൈച്ചുറേഷൻ വഴി അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഡ്രഗ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മദർ പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മദർ ടിങ്ചറിനകത്ത് ആൽക്കഹോൾ ആയിരിക്കും, മദർ സൊല്യൂഷനകത്ത് പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കും, മദർ പൗഡർ ആണെങ്കിൽ സക്കാരം ലാക്ടസ് അല്ലെങ്കിൽ ഷുഗർ ഓഫ് മിൽക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് ആ ഒരു ഡിഫറൻസ് അവർ തമ്മിലുള്ള. പിന്നെ മദർ പൗഡർ വരുമ്പം ട്രൈച്ചുറേഷൻ ആയിരിക്കും പ്രോസസ്സ്, പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അറ്റനുവേഷൻ എന്ന് പറയും. അറ്റനുവേഷൻ അല്ലെങ്കിൽ ഡൈല്യൂഷൻ അല്ലെങ്കിൽ പൊട്ടൻറ്റൈസേഷൻ ഒക്കെ സിമിലർ മീനിങ് ആണ്, ഏകദേശം സിമിലർ മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് അറ്റനുവേഷൻ, ഡൈല്യൂഷൻ, പൊട്ടൻറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് ഇതുപോലെ മിക്സ് ചെയ്യുകയാണ് ഒരു വെഹിക്കിളുമായിട്ട്. അങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ മെറ്റീരിയൽ കുറഞ്ഞ് വരുന്ന അത്രയും വരെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് അറ്റനുവേഷൻ എന്ന് പറയുന്നത്. സ്ലെൻഡർ ആക്കുക, തിന്നാക്കുക, മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ക്വാണ്ടിറ്റി മാക്സിമം കുറച്ചെടുക്കുക. അപ്പോൾ അതാണ് ഒരു അറ്റനുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റനുവേഷൻ അല്ലെങ്കിൽ ഡൈല്യൂഷൻ അല്ലെങ്കിൽ പൊട്ടൻറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. മെറ്റീരിയൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡ്രഗ് പവർ അല്ലെങ്കിൽ ഡ്രഗ് സ്ട്രെങ്ത്. അപ്പം സ്ട്രെങ്ത് ഓഫ് എ ഡ്രഗ് ഇൻ ആ യൂസ് ചെയ്തിരിക്കുന്ന ടേം എന്താ ഡിനോട്ട് ചെയ്യുന്നത്? സ്ലൈഡിൽ കാണുന്നുണ്ടോ നിങ്ങൾ? ടിങ്ചർ ആയാലും അല്ലെങ്കിൽ മദർ സൊല്യൂഷൻ ആയാലും മദർ പൗഡർ ആയാലും ഈ തീറ്റ എന്നുള്ള ടേം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്രഗ് പവർ അല്ലെങ്കിൽ ഡ്രഗ് സ്ട്രെങ്ത് മീൻസ് ഒരു ടിങ്ചർ എടുക്കുകയാണ് നമ്മൾ. ആ ടിങ്ചർ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഡ്രഗ് സബ്സ്റ്റൻസ് ഉണ്ട്, അതാണ് അതിൻ്റെ ഡ്രഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡ്രഗ് പവർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ മദർ ടിങ്ചർ അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ പൗഡർ ആയാലും നമ്മളൊരു ഡ്രഗ് സബ്സ്റ്റൻസിനെ ഒരു വെഹിക്കിളുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ്, അപ്പം അതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഡ്രഗ് സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ പറയുന്ന ടേമാണ് ഡ്രഗ് പവർ അല്ലെങ്കിൽ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ് സോൾവെന്റ്.
നമ്മളൊരു ആൽക്കഹോൾ ഒരു 2 ml എടുത്തു എന്ന് വിചാരിക്കുക. അതിനകത്തേക്ക് ഒരു 1 ml ഒരു പ്ലാന്റിന്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എത്ര പാർട്ട് ഉണ്ടെന്ന് പറയും. ടോട്ടൽ നമുക്ക് 3 ml ഒരു മദർ ടിങ്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പം അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയായിരിക്കും? 1/3. 1/3 ആയിരിക്കും, 1/2 ആയിരിക്കും? അക്കോർഡിംഗ് ടു ഇറ്റ് സോൾവെന്റ് ആണ് നമ്മൾ ഡ്രഗ് പവർ പറയുന്നത് അല്ലേ? അപ്പൊ 2 ml സോൾവെന്റ്, അതായത് 2 ml ആൽക്കഹോൾ ആണ് നമ്മൾ അതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ എത്ര പാർട്ട് ഡ്രഗ് നമ്മൾ മിക്സ് ചെയ്തു? 1 ml ഡ്രഗ് നമ്മൾ മിക്സ് ചെയ്തു. അപ്പോൾ ആ സോൾവ് പറയാനായിട്ട് അപ്പോൾ ഒരു 1/2 ആയിരിക്കും അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് വരുന്നത്. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ടേം മാഗ്മ. മാഗ്മ കേട്ടിട്ടുണ്ടോ? മാഗ്മ യെസ്. മാഗ്മ നിങ്ങൾ എവിടെയാണ് കേട്ടത്? മദർ ടിഞ്ചർ പ്രിപ്പറേഷൻ. ടിങ്ചറിന്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. എവിടെയാണ്? ഓൾഡ് മെത്തേഡിലാണോ ന്യൂ മെത്തേഡിലാണോ കേട്ടിട്ടുള്ളത്? ന്യൂ മെത്തേഡ്. ന്യൂ മെത്തേഡിലാണ് കേട്ടിട്ടുള്ളത് അല്ലേ? ആ ഒരു നമ്മൾ എടുത്ത ആ ഒരു ഡ്രഗിനെ, അത് പ്ലാന്റോ അനിമലോ എന്തോ ആയിക്കോട്ടെ, ഡ്രഗ് സബ്സ്റ്റൻസിനെ ഒരു ഡഫി മാസ് ആക്കുകയാണ്. ഒരു മാവ് പോലെ ഒരു കുഴഞ്ഞ പരുവത്തിലാക്കി എടുക്കുന്നതിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ പ്രിപ്പറേഷന് മുന്നേ ഇങ്ങനെ ഡഫി മാസ് ആക്കുന്നതിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ലിക്വിഡ് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്കൊരു പോർഷൻ കിട്ടും. അതിന് മാഗ്മ എന്ന് പറയത്തില്ല, അതിന് മർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ ഫസ്റ്റ് ആ ഒരു പ്രിപ്പറേഷന് മുന്നേ ആയിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നതിനാണ് മാഗ്മ എന്ന് പറയുന്നത്. എനി ക്രൂഡ് മിക്സ്ചർ ഓഫ് മിനറൽ ഓർ ഓർഗാനിക് മെറ്റീരിയൽ, പ്ലാന്റ് ഓർ അനിമൽ, ഇനി തിൻ പേസ്റ്റി ഡഫി പേസ്റ്റി മാസിലേക്ക് മാറ്റുന്നതാണ് മാഗ്മ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ സോളിഡ് പോർഷൻ മാത്രമായിട്ട് വരും. ലിക്വിഡ് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് സോളിഡ് പോർഷൻ മാത്രം ഇതുപോലെ ഒരു ഡഫി മാസ് ആയിട്ട് കിട്ടും. അതിനെ മെർക്ക് എന്നാണ് ടേം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മെൻസ്ട്രം. മെൻസ്ട്രം എന്താ? സിംപ്ലി മെൻസ്ട്രം എന്താ? സോൾവെന്റ്. സോൾവെന്റ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളിനെ പറയുന്ന പേരാണ് മെൻസ്ട്രം. നമ്മൾ കൂടുതലും എന്താണ് ലിക്വിഡ് വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു സോൾവെന്റിനെ പറയുന്ന പേരാണ് മെൻസ്ട്രം. A liquid which is capable of penetrating the tissues of plant or animal substance and capable of dissolving the active principles. ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതിനകത്ത് മെഡിസിനൽ പ്രോപ്പർട്ടി കൊടുക്കുന്നവരാണ് ആക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പം അതിനെ ഡിസോൾവ് ചെയ്യാൻ കേപ്പബിൾ, അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി മാക്സിമം റേസ് ചെയ്ത് തരാൻ പറ്റുന്ന തരത്തിലുള്ള സോൾവെൻറ്റുകൾ, ലിക്വിഡ്, അതിനെയാണ് മെൻസ്ട്രം പറയുന്നത്. ആ ഒരു സബ്സ്റ്റൻസിലൂടെ നമ്മൾ ഈ ഒരു സോൾവെൻറ്റ് ഒഴിക്കുമ്പോൾ അതിൽ പാസ് ചെയ്ത് ആ സബ്സ്റ്റൻസിൽ കൂടെ പാസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ്, മെഡിസിനൽ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടണം. അപ്പം അങ്ങനെയുള്ള ലിക്വിഡ്സിനെയാണ് മെൻസ്ട്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ മെർക്ക്. മെർക്ക് എന്ന് പറയുന്നത് ഇനേർട്ട് ഫൈബ്രസ് ആൻഡ് ഇൻസോളബിൾ മെറ്റീരിയൽ റിമൈനിങ് ആഫ്റ്റർ എക്സ്പ്രഷൻ ഓഫ് ദി ജ്യൂസ് ഫ്രം ഡ്രഗ് മെറ്റീരിയൽ ഓർ ആഫ്റ്റർ മാസറേഷൻ ഓർ പെർക്കുലേഷൻ. മാസറേഷൻ പെർക്കുലേഷനൊക്കെ ന്യൂ മെത്തേഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഈ മെർക്ക് എന്നുള്ള ടേം ഓർത്തിരിക്കുക. മെർക്ക് ടേം മീൻസ് ആ ഒരു പ്രോസസ്സിന് ശേഷം കിട്ടുന്ന ഇനേർട്ട് ഫൈബ്രസ് ആയിട്ടുള്ള ഒരു സോളിഡ് മാസ് ആണ് മെർക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിക്കാൻഡ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, ഫിൽട്ടർ ഉണ്ട്. അപ്പം ഇത് മൂന്നും ഏകദേശം സെയിം പോലെ തന്നെയാണ് വരിക. ഇപ്പോൾ ഡിക്കാൻഡേഷൻ, സ്ട്രെയിനിങ്, ഫിൽട്രേഷൻ, ഇപ്പോൾ ഈ 3 പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഡിക്കാൻഡ്, സ്ട്രെയിൻ, ഫിൽട്ടർ എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഡിക്കാൻഡേഷൻ എന്താണ്? ഡിക്കാൻഡേഷൻ മീൻസ് നമ്മളൊരു നിങ്ങളെ ഡെഫിനിഷൻ വായിക്കുന്നതിന് മുന്നേ ആയിട്ട്
ഒന്ന് കേൾക്കുക. ഡിക്കാൻറ്റേഷൻ മീൻസ് നമ്മൾ സിംപ്ലി മിക്സ് ചെയ്യുന്നു, ഒരു സോളിഡ് ലിക്വിഡിലേക്ക് മിക്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു മണ്ണ് വെള്ളത്തിൽ കലക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ മണ്ണ് വെള്ളത്തിൽ കലക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പോഷകങ്ങൾ താഴെ അടിഞ്ഞ് നിൽക്കും അല്ലേ. അപ്പം അങ്ങനെ അടിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ കുറച്ച് നേരം അനക്കാതെ വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ ഒഴിച്ചു മാറ്റുകയാണ്. അപ്പം അങ്ങനെ ഒഴിച്ചു മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്കാൻറ്റേഷൻ ക്ലിയർ ആണോ? Yes, ma'am. അങ്ങനെ ഡിക്കാൻറ്റേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ ഡിക്കാൻറ്റ് എന്ന് പറയും. ഇനി സ്ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രെയിനിങ് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുക പറയില്ലേ, അതാണ് ഈ ഒരു സ്ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ തോർത്തിലൊക്കെ തേങ്ങ പിഴിയുന്ന കണ്ടിട്ടില്ലേ, അപ്പം അതുപോലെ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അതിൽ നിന്ന് മാക്സിമം ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതാണ് സ്ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ലിക്വിഡ് പോർഷനെയും സോളിഡ് പോർഷനെയും തമ്മിൽ ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതാണ് സ്ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആ പ്രോസസ്സിന് ശേഷം കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റ്. ഇനി ഫിൽട്രേഷൻ എന്താ? ഫിൽട്രേഷൻ പറയുമ്പോൾ അവിടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരിക്കില്ല, ഒരു അരിപ്പ ഉണ്ടായിരിക്കും, അതിൽ കൂടെ അരിച്ചെടുക്കുന്നതാണ് ഫിൽട്രേഷൻ പറയുന്നത്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ണ് കലക്കിയ നമ്മളൊരു അരിപ്പയെ കൂടെ അരിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം അത് ഫിൽട്രേഷനായി. സിംപ്ലി ആ ലിക്വിഡ് വെള്ളം ഒഴിച്ചു മാറ്റുന്നത് ഡിക്കാൻറ്റേഷൻ. ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അത് ഫിൽട്രേഷൻ. ഓക്കെ, അപ്പം അതാണ് ഡിക്കാൻറ്റേഷൻ, സ്ട്രെയിനിങ് ആൻഡ് ഫിൽട്രേഷൻ. അപ്പോൾ മൂന്നും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഡെഫിനിഷൻ വായിച്ചു നോക്കുക. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അതെ, ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണെന്ന്? ഡിക്കാൻറ്റേഷൻ, സ്ട്രെയിനിങ്, ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലായില്ലേ? Yes, ma'am. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള ടേംസ്. അതിൽ മദർ ടിങ്ചർ, മദർ സൊല്യൂഷൻ, മദർ സബ്സ്റ്റൻസ്, ഇത് മൂന്നും ബേസിക്കലി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് വെച്ചേക്കാം. ഫിൽട്രേഷൻ ഒന്നുകൂടെ പറയാമോ? ഫിൽട്രേഷൻ സിംപ്ലി നമ്മൾ ഒരു ഫിൽറ്റർ വെക്കുന്നുണ്ട് അവിടെ. ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വെള്ളത്തിൽ മണ്ണ് കലക്കുക എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണ്. അരിപ്പ യൂസ് ചെയ്ത് അതിനകത്ത് വെള്ളവും മണ്ണും സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ആ പ്രോസസ്സാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഒരു പോറസ് മീഡിയം വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? മദർ സബ്സ്റ്റൻസ് എങ്ങനെയായിരുന്നു മാം? മദർ സബ്സ്റ്റൻസ് പറയുമ്പോൾ മദർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മദർ പൗഡർ, അത് തന്നെയാണ് കേട്ടോ മദർ സബ്സ്റ്റൻസ്. മദർ പൗഡർ എന്ന് പറയുമ്പോൾ എന്താ അവിടെ വെഹിക്കിളായിട്ട് ആര് വരും? SL. ഷുഗർ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ സക്കാരൽ ലാക്ടോസ് വരും. ബാക്കി പ്രിപ്പറേഷനൊക്കെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹോമിയോപ്പതിക്കലി ടെക്നിക്സും അതിൻ്റെ പ്രിൻസിപ്പിൾസും മെഷർമെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രൈച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ട്രൈച്ചുറേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ട്രൈച്ചുറേഷൻ മോട്ടർ ആൻഡ് പെസ്റ്റിൽ വെച്ചിട്ട്. Yes. ഓക്കെ, ആ ഒരു പ്രോസസ്സിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് മദർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മദർ പൗഡർ എന്ന് പറയുന്നത്. ഇത്രയും ടേംസ് ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനകത്ത് ഓൾഡ് മെത്തേഡാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓൾഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അനുസരിച്ച് നമുക്ക് ബേസിക്കലി ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഫോംസ് ആണ് നമ്മൾ ഈ പറഞ്ഞ മദർ ടിങ്ചർ, മദർ സൊല്യൂഷൻ അല്ലെങ്കിൽ മദർ സബ്സ്റ്റൻസ്. ഇത് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും, അതായത് ക്രൂഡ് ഡ്രഗിനെ കൊണ്ടുവന്ന് മദർ ടിങ്ചർ, മദർ സൊല്യൂഷൻ അല്ലെങ്കിൽ മദർ സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഫർദർ പൊട്ടൻസീസ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്രൂഡ് ഡ്രഗ് കൊണ്ടുവരിക, അതിൻ്റെ പാർട്ട് യൂസ്ഡ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. ദെൻ അതിനെ ഈ വെഹിക്കിളുമായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് ഓരോ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്നുകിൽ മദർ ടിങ്ചർ അല്ലെങ്കിൽ മദർ സൊല്യൂഷൻ അല്ലെങ്കിൽ മദർ സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുക. ഏതാണ് ആ ഡ്രഗ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് അത് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഫർദർ പൊട്ടൻസീസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതൊരു ബേസ് ഐഡിയ ആയിട്ട് വെച്ചേക്കുക. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ നമുക്ക്
ഫസ്റ്റ് ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള മദർ ടിങ്ചർ പ്രിപ്പയർ ചെയ്യണം, മദർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ മദർ സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഡോക്ടർ ഹാനിമാൻ ഒരു 9 ക്ലാസ് ഓഫ് പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. 9 ക്ലാസ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് സബ്സ്റ്റൻസിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് അതിനെ ഒരു 9 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ 9 ക്ലാസ് ആയിട്ട് എന്ത് ബേസിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഓൾഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അഫോറിസംസ് പഠിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഓർഗനോൺ അഫോറിസംസ് നോക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ നോക്കാനുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓൾഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറയുന്നത് അഫോറിസം 264 to 271 ഈ ഓൾഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ എങ്ങനെയാണ് 9 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് 4 ക്ലാസ്സസ് 4 ക്ലാസ്സസ് മദർ ടിങ്ചർ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ 4 ക്ലാസ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് വെച്ച് നമുക്ക് മദർ ടിങ്ചറെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് എന്തായിരിക്കും അത്? സോളിബിൾ ഇൻ ആൽക്കഹോൾ ഓർ പ്യൂരിഫൈഡ് വാട്ടർ? ആൽക്കഹോൾ. Soluble in alcohol. സബ്സ്റ്റൻസുകളെ എടുത്തിട്ട് 4 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മദർ ടിങ്ചർ പ്രിപ്പറേഷൻ ആണ്. മദർ ടിങ്ചർ പ്രിപ്പറേഷനിൽ 4 ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മദർ സൊല്യൂഷൻ പ്രിപ്പറേഷൻ. മദർ സൊല്യൂഷൻ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ 2 ക്ലാസ് ഓഫ് പ്രിപ്പറേഷൻ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. മദർ സൊല്യൂഷൻ പ്രിപ്പറേഷനിൽ ഒന്നെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കും അവിടെ വെഹിക്കിളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിക് സൊല്യൂഷൻസും വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിനേക്കാളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം. സിംപ്ലി ആൽക്കഹോളിൽ അങ്ങോട്ട് ഡിസോൾവ് ചെയ്യത്തില്ല, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിച്ചാൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരെ വേറെ സെപ്പറേറ്റ് ഒരു ക്ലാസ്സിലേക്ക് മാറ്റി മദർ സൊല്യൂഷൻ പ്രിപ്പറേഷൻ്റെ അണ്ടറിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് 5 and 6 ബിലോങ്സ് ടു മദർ സൊല്യൂഷൻ പ്രിപ്പറേഷൻ. ഇനി ഫൈനലി 3 ക്ലാസ് 7, 8, 9. 7, 8, 9 ക്ലാസ്സസ് ഫോർ ട്രൈച്ചുറേഷൻ. അതായത് സോളിഡ് ആയിട്ടുള്ള ഡ്രഗ് സബ്സ്റ്റൻസ് ആയിരിക്കും കൂടുതലും അവിടെ വരുന്നത്. 7, 8, 9 പറയുമ്പോൾ മദർ സബ്സ്റ്റൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അവിടെ വെഹിക്കിൾ ആരായിരിക്കും? Sugar of milk. ഷുഗർ ഓഫ് മിൽക്ക് ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് 4 ക്ലാസ്സസ്. അപ്പോൾ ആ 4 ക്ലാസ് ആയിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. മദർ ടിങ്ചറിന്റെ പ്രിപ്പറേഷൻ ആണ്. അതിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഡ്രഗുകളുടെ ആ ഒരു ജ്യൂസി നേച്ചർ അനുസരിച്ചിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജ്യൂസി നേച്ചർ മീൻസ് അതിൻ്റെ ഒരു വാട്ടർ കണ്ടന്റ്, അതിനകത്തുള്ള ഒരു ലിക്വിഡ് കണ്ടന്റിനനുസരിച്ച് എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ചിട്ട് 4 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1 എന്ന് പറയുന്ന മോസ്റ്റ് ജ്യൂസി, ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു ലിക്വിഡ് കണ്ടന്റ് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ കിട്ടുന്ന തരത്തിലുള്ള ഡ്രഗുകൾ വരുന്നതാണ് ക്ലാസ് 1. ദെൻ ക്ലാസ് 2 വരുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും, മീഡിയം ജ്യൂസി. ക്ലാസ് 3യിലേക്ക് വരുമ്പോൾ അത് ലീസ്റ്റ് ജ്യൂസി, ഏറ്റവും ജ്യൂസ് കുറഞ്ഞ ടൈപ്പ്. ദെൻ ക്ലാസ് 4ലേക്ക് വരുമ്പോൾ ഒട്ടും ജ്യൂസ് ഇല്ല, ഡ്രൈഡ് വെജിറ്റബിൾ ആൻഡ് അനിമൽ സബ്സ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണ് 4 ക്ലാസ്സുകൾ വരുന്നത്. ഫസ്റ്റ് മദർ ടിങ്ചർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 4 ക്ലാസ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ ക്ലാസ് 1ൽ വരുന്നത് മോസ്റ്റ് ജ്യൂസി പ്ലാന്റിന്റെ പ്രിപ്പറേഷൻ, ക്ലാസ് 2ൽ മീഡിയം ജ്യൂസി പ്ലാന്റിന്റെ പ്രിപ്പറേഷൻ, ക്ലാസ് 3ൽ ലീസ്റ്റ് ജ്യൂസി പ്ലാന്റിന്റെ പ്രിപ്പറേഷൻ, ക്ലാസ് 4ൽ ഡ്രൈഡ് വെജിറ്റബിൾ ആൻഡ് അനിമൽ സബ്സ്റ്റൻസ്. ഇങ്ങനെയാണ് ആദ്യത്തെ 4 ക്ലാസ്സുകൾ വരുന്നത്. ഈ മദർ സൊല്യൂഷന്റെ പ്രിപ്പറേഷനകത്ത് വരുമ്പോൾ ഒന്നെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ അക്വസ് സൊല്യൂഷൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോളിക് സൊല്യൂഷൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ക്ലാസ് 5 and 6 ആണ് മദർ സൊല്യൂഷന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. ക്ലാസ് 5നെ വീണ്ടും 5A 5B ഇങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5A ആയാലും B ആയാലും അവിടെ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് വാട്ടർ തന്നെയായിരിക്കും. ഓക്കെ, അക്വസ് സൊല്യൂഷൻസ് ആണ്. 5 എന്ന് പറയുമ്പോൾ അക്വസ് സൊല്യൂഷൻ ഓർത്തിരിക്കുക. A ആയാലും B ആയാലും ഡിഫറൻസ് ഇല്ല, അക്വസ് സൊല്യൂഷൻ ആണ്. പ്യൂരിഫൈഡ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ ഡിഫറൻസ് എന്താ? A എന്ന് പറയുമ്പോൾ ഈസിലി സോളിബിൾ ഇൻ വാട്ടർ, വളരെ കുറച്ച് വാട്ടർ മാത്രം മതിയാകും അതിനെ മിക്സ് ചെയ്യാനായിട്ട്. പക്ഷെ B എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ വേണ്ടി വരും ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്ര എളുപ്പം സോളിബിൾ ആയിരിക്കത്തില്ല വാട്ടറിൽ.
കുറച്ച് നല്ല ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിനകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഡ്രഗ് സബ്സ്റ്റൻസുകളാണ് 5B ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ക്ലാസ് 5 എന്ന് പറയുന്നത്. ക്ലാസ് 5 എന്ന് പറയുമ്പോൾ അക്വ സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിൽ വെച്ചിരിക്കുക. അക്വ സൊല്യൂഷൻ ആണ് എയിൽ ഈസിലി സോൾബിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ഡിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ തന്നെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ 5B വരുമ്പോൾ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണ്ടി വരും, അത്ര പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ മാത്രമേ അതിനെ ഡിസോൾവ് ചെയ്ത് എടുക്കാൻ പറ്റൂ. അത് ക്ലാസ് 5. ക്ലാസ് 6 വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് ആദ്യത്തെ 4 ക്ലാസ്സിൽ പറ്റാത്ത കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ആൽക്കഹോളിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത കുറച്ച് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അവരെ നമ്മൾ മദർ സൊല്യൂഷൻസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൽക്കഹോളിക് സൊല്യൂഷൻസ് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. വാട്ടറിൽ സോളിബിൾ ആയിരിക്കത്തില്ല, എന്നാൽ നമുക്ക് ആദ്യത്തെ 4 ക്ലാസ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൽക്കഹോളിൽ സോളിബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രഗ് സബ്സ്റ്റൻസുകളെ അതിനെ പ്രത്യേക ഒരു ക്ലാസ് ആക്കി വെച്ചിട്ടുണ്ട്, ക്ലാസ് 6. അപ്പോൾ 6 വീണ്ടും 6A 6B എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6A നമ്മൾ 5A പറഞ്ഞതുപോലെ തന്നെ ഈസിലി സോളിബിൾ ആണ് ഇൻ ആൽക്കഹോൾ ഓർ പ്യൂരിഫൈഡ് വാട്ടർ. ആൽക്കഹോളിൽ ഈസിലി സോളിബിൾ ആയിട്ടുള്ളവരെയാണ് 6A ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 6B ലാർജ് ക്വാണ്ടിറ്റി ആൽക്കഹോൾ വേണ്ടവരാണ് 6B ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് അപ് ടു 6. ഇനി ലാസ്റ്റ് 3 ക്ലാസ് 7, 8, 9. ലാസ്റ്റ് ക്ലാസ്സിൽ വരുന്നവർ എന്താണ്, ട്രൈച്ചുറേഷൻസ് മദർ സബ്സ്റ്റൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നവരാണ് 7, 8, 9 വരുന്നത്. നമ്മൾ ഷുഗർ ഓഫ് മിൽക്ക് യൂസ് ചെയ്തിട്ട് ട്രൈച്ചുറേറ്റ് ചെയ്തായിരിക്കും 7, 8, 9 പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് 7 ഡ്രൈ ഇൻസോളിബിൾ ആയിട്ടുള്ള മെഡിസിനൽ സബ്സ്റ്റൻസുകൾ, പറ്റേ ഡ്രൈ ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് 4 ഡ്രൈ ആണ്, അതിനേക്കാളും തീരെ ജ്യൂസി കണ്ടന്റ് ഇല്ലാത്ത ഡ്രൈ ഇൻസോളിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ആൽക്കഹോളിലും സോളിബിൾ അല്ല, വാട്ടറിലും സോളിബിൾ അല്ല, അങ്ങനെയുള്ളവരെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്ലാസ് 7. ദെൻ ക്ലാസ് 8 വരുമ്പം ലിക്വിഡ് ഇൻസോളിബിൾ മെഡിസിനൽ സബ്സ്റ്റൻസ്. ഇനി ലിക്വിഡ് ആയിട്ടുള്ളവരുണ്ട്, അത് ഈ പറഞ്ഞ നമ്മൾ ആൽക്കഹോളിലോ വാട്ടറിലോ സോളിബിൾ അല്ലാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അതിന് പ്രത്യേക ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് 8. അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും, ക്ലാസ് 8ൻ്റെ രീതി അനുസരിച്ചിട്ടായിരിക്കും ലിക്വിഡ് ഇൻസോളിബിൾ സബ്സ്റ്റൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ക്ലാസ് 9 വരുമ്പോൾ ട്രൈച്ചുറേഷൻ ഓഫ് ഫ്രഷ് അനിമൽ ആൻഡ് വെജിറ്റബിൾ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ക്ലാസ് 9 ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്തത്, ഒരു ഡിസ്കാർഡഡ് ആയിട്ടുള്ള മെത്തേഡാണ് ക്ലാസ് 9 എന്ന് പറയുന്നത്. അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല ക്ലാസ് 9. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. മദർ ടിങ്ചറിന്റെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് 4 ക്ലാസ്സസ് ആണ് വരുന്നത്. മദർ സൊല്യൂഷൻ ആകുമ്പോൾ 5 and 6. ട്രൈച്ചുറേഷൻ അല്ലെങ്കിൽ മദർ സബ്സ്റ്റൻസിലേക്ക് വരുമ്പോൾ 7, 8, 9. ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണോ? 6A ഒന്നുകൂടെ പറയാമോ? 6A 6B ആണോ? അതെ, 6A 6B. 6A 6B എന്ന് പറയുന്നത് ആൽക്കഹോളിക് സൊല്യൂഷൻ തന്നെയാണ്. നമുക്ക് ഈ ഫസ്റ്റ് 4 ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ഡ്രഗ് സബ്സ്റ്റൻസുകൾ, ആൽക്കഹോളിൽ സോളിബിൾ ആണ്, പക്ഷെ നമുക്ക് ആദ്യത്തെ 4 ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ഡ്രഗ് സബ്സ്റ്റൻസുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് 6 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 5 പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6A ഉണ്ട്, 6B ഉണ്ട്. 6A എന്ന് പറയുമ്പോൾ ഈസിലി സോൾബിൾ ആണ്, കുറച്ച് ആൽക്കഹോൾ ഉപയോഗിച്ച് തന്നെ അതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ഡിസോൾവ് ചെയ്യാൻ വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ക്ലാസ് കൊടുത്തു, 6B. ക്ലിയർ ആണോ? അത് 6A 6B. ആൽക്കഹോളിക് സൊല്യൂഷൻസ് തന്നെ നമ്മൾ ആദ്യത്തെ 4 ക്ലാസ്സിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഡ്രഗ് സബ്സ്റ്റൻസുകൾ, ആൽക്കഹോളിൽ സോളിബിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല, സൊല്യൂഷൻ ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ഡ്രഗ് സബ്സ്റ്റൻസുകളുണ്ട്. അവരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് ക്ലാസ് 6 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 9 ക്ലാസ്സസ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണല്ലോ അല്ലേ?
നമ്മൾ പ്രോപ്പറായിട്ട് ഓരോ ക്ലാസ്സസിൻ്റെയും പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 ക്ലാസ്സസ്, ക്ലാസ് 1 to 3, അതിൻ്റെ പ്രിപ്പറേഷൻ ക്ലിയർ ആയിട്ട് 5th എഡിഷൻ ഓഫ് ഓർഗനോണിൽ 267 അപ്പോർസത്തിൻ്റെ ഫുട് നോട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഫുട് നോട്ട് ഏതാണെന്നുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. 267 ഫുട് നോട്ടിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ക്ലാസ് 1 ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസുകളാണ്? മോസ്റ്റ് ജ്യൂസി ഡ്രഗ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഓരോ ക്ലാസ്സും പറയുമ്പോൾ അതിനകത്ത് ഡ്രഗ് ഈസ് ടു ആൽക്കഹോൾ, ഡ്രഗ് ഈസ് ടു വെഹിക്കിൾ, ആ ഒരു ഡ്രഗ് സബ്സ്റ്റൻസും ആൽക്കഹോളും ഏത് റേഷ്യോയിൽ എടുക്കുന്നു ആ റേഷ്യോ നോട്ട് ചെയ്യുക. ദെൻ അതിൻ്റെ ഒരു ഓതറൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ പറയുന്ന ഒരു ഡ്രഗ് ഉണ്ടായിരിക്കും. മെഡിക്കൽ പ്യൂറയിൽ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ പറയുന്ന ഒരു ഡ്രഗ് ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡ്രഗ് നോട്ട് ചെയ്യുക. ദെൻ ഡ്രഗ് സ്ട്രെങ്ത് നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക ഓരോ ക്ലാസ്സുകളും പറയുമ്പോൾ. ഇപ്പോൾ ക്ലാസ് 1 മോസ്റ്റ് ജ്യൂസി ഡ്രഗ് സബ്സ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഡ്രഗ് ഈസ് ടു ആൽക്കഹോൾ, 1 പാർട്ട് ഡ്രഗിന് 1 പാർട്ട് ആൽക്കഹോൾ എന്നുള്ള രീതിയിലാണ് റേഷ്യോ വരുന്നത്. ദെൻ ഇതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ പറയുന്നത്, ഒതൻറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ പറയുന്നത് മെഡിക്കൽ പ്യൂറയിൽ ബെലഡോണയുടെ പ്രിപ്പറേഷൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ഹാനിമൻ മെഡിക്കൽ പ്യൂറയിൽ ബെലഡോണയുടെ പ്രിപ്പറേഷൻ വെച്ചിട്ടാണ് ക്ലാസ് 1 പ്രിപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ക്ലാസ് 1 ഡ്രഗ് സ്ട്രെങ്ത് ഈസ് 1/2. ഫർദർ പൊട്ടൻറ്റൈസേഷൻ ശ്രദ്ധിക്കുക. രണ്ട് സ്കെയിൽ ഓഫ് പൊട്ടൻറ്റൈസേഷൻ. ഏതൊക്കെ സ്കെയിൽ ഓഫ് പൊട്ടൻറ്റൈസേഷൻ ഉണ്ട്? 3 scales. ഏതൊക്കെയാണ്? ഡെസിമൽ, അതെ, ഡെസിമൽ, സെൻഡെസിമൽ, 50 മില്ലിസിമൽ. നമ്മൾ ഓൾഡ് മെത്തേഡിൽ ഡെസിമലും സെൻഡെസിമലും ആണ് ഫർദർ പൊട്ടൻറ്റൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോന്നിലും എങ്ങനെയാണെന്നുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സെൻഡെസിമൽ സ്കെയിലിൽ ക്ലാസ് 1 ആണ് പറയുന്നത്. സെൻഡെസിമൽ സ്കെയിലിൽ ഫസ്റ്റ് പൊട്ടൻസി സെൻഡെസിമൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1C. 1C. സെൻഡെസിമലിന് സി എന്നും ഡെസിമൽ ആണെങ്കിൽ എക്സിറ്റ് ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊട്ടൻസി 1C എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുക. 2 പാർട്ട് ടിങ്ചർ എടുക്കും. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത ടിങ്ചർ 1:1 റേഷ്യോയിൽ എടുത്ത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടിങ്ചർ, ആ ടിങ്ചറിൻ്റെ 2 പാർട്ട് എടുക്കും. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തോ അതിൻ്റെ ഒരു 2 പാർട്ട് എടുക്കുന്നുണ്ട്. ദെൻ അതിനകത്തേക്ക് 98 പാർട്ട് ഡൈല്യൂട്ട് ആൽക്കഹോൾ. സാധാരണ സെൻഡെസിമൽ സ്കെയിലിൻ്റെ റേഷ്യോ എത്രയാണ്? ഏത് റേഷ്യോയിലാണ് സെൻഡെസിമലിൽ പൊട്ടൻറ്റൈസ് ചെയ്യുന്നത്? 1:99. 1:99. ഡെസിമൽ ആണെങ്കിൽ 1:9. 1:9. സെൻഡെസിമൽ ആണെങ്കിൽ 1:99, ഡെസിമൽ ആണെങ്കിൽ 1:9 ആണ് സാധാരണ പ്രിപ്പറേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പൊട്ടൻസി 1C പ്രിപ്പയർ ചെയ്യുമ്പോൾ 2:98 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 2 മിനിം ടിങ്ചറും 98 മിനിം ഡൈല്യൂട്ട് ആൽക്കഹോളും. ദെൻ 10 സക്കഷൻ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് 1C. ഓക്കെ, ഇനി അങ്ങോട്ട് ഫർദർ പൊട്ടൻസി വരുമ്പോൾ അതിൻ്റെ യൂഷ്വൽ റേഷ്യോ തന്നെയാണ് പോകുന്നത്. 1:99 റേഷ്യോയിലായിരിക്കും പോകുന്നത്. അവിടെ ആൽക്കഹോൾ ഡിഫറൻസ് ഉണ്ട്. ഫർദർ പൊട്ടൻസിക്ക് പോകുമ്പോൾ ഡിസ്പെൻസിങ് ആൽക്കഹോളാണ്. ഫസ്റ്റ് പൊട്ടൻസിയിൽ ഡൈല്യൂട്ട് ആൽക്കഹോൾ 2:98 ആണ് എടുക്കുന്ന റേഷ്യോ. 10 സക്കഷൻ 1C കിട്ടും. ദെൻ സെക്കൻഡ് പൊട്ടൻസിയിലേക്ക് പോകുമ്പോൾ, സെക്കൻഡ് അല്ല പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാം 1:99 റേഷ്യോയിൽ തന്നെയാണ് എടുക്കുന്നത്. ഡിസ്പെൻസിങ് ആൽക്കഹോൾ വെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ 10 സക്കഷൻ, ഇപ്പോൾ 1Cക്ക് 10 സക്കഷൻ കൊടുത്തു. ഓക്കെ, പൊട്ടൻറ്റൈസേഷൻ ക്ലിയർ ആണോ അതിൻ്റെ? യെസ് മാം. ക്ലിയർ ആണ്. ഓക്കെ,
അപ്പോൾ അത് ഡെസിമൽ. ദെൻ ഡെസിമലിലേക്ക് വരുമ്പോൾ 1x പ്രിപ്പയർ ചെയ്ത് നോക്കുക. സാധാരണ റേഷ്യോ 1:9 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊട്ടൻസി 1x പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാർട്ട് ടിങ്ചറും 8 പാർട്ട് ഡൈല്യൂട്ട് ആൽക്കഹോൾ. അതിന് 10 സക്കഷൻ കൊടുക്കുമ്പോൾ 1x. ദെൻ ഫർദർ പൊട്ടൻസിയിലേക്ക് പോകുമ്പോൾ യൂഷ്വൽ റേഷ്യോ 1:9 എന്നുള്ള രീതിയിൽ എടുക്കുക. 2x കിട്ടും. 1xന് നമ്മൾ 10 സക്കഷൻ കൊടുത്തിട്ട് 2x പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അവിടെ രണ്ടും ഡൈല്യൂട്ട് ആൽക്കഹോൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയാണ് ക്ലാസ് 1ൻ്റെ പ്രിപ്പറേഷൻ. അതിൻ്റെ ഒരു സ്ട്രെങ്ത് റേഷ്യോ 1:1 ബെലഡോണയിലാണ് പറയുന്നത്. ഡ്രഗ് സ്ട്രെങ്ത് 1/2. അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്ലാസ് 2. ക്ലാസ് 2ൽ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്? മീഡിയം ജ്യൂസി. മീഡിയം ജ്യൂസി. കൂടുതലും പ്ലാൻ കിങ്ഡത്തിലാണ് ഈ ഒരു ആദ്യത്തെ 4 ക്ലാസ് വരുന്നത്. അല്ലാതുള്ളവരും വരുന്നുണ്ട്, കൂടുതലും പ്ലാൻ കിങ്ഡം ആണ് കേട്ടോ. മീഡിയം ജ്യൂസി. അവിടുത്തെ ഡ്രഗ് ആൽക്കഹോൾ റേഷ്യോ 3:2 ആണ് ഡ്രഗ് ആൽക്കഹോൾ റേഷ്യോ. ദെൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് മെറ്റമെഡിക്കൽ പ്യൂറയിൽ തന്നെയാണ്. തൂജയിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻ ഓതൻറ്റിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡ്രഗ് സ്ട്രെങ്ത് ഈസ് എഗെയിൻ 1/2. ആ ഡ്രഗ് സ്ട്രെങ്ത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, നിങ്ങൾ വേണം എന്നുള്ളവരൊന്ന് നോക്കിക്കോളാം. ഇതിനിടയിൽ ഒരു മെഡിസിനൽ ലോസ് ഉണ്ടാകുന്നുണ്ട്, സബ്സ്റ്റൻസ് ലോസ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മെഡിസിനൽ സബ്സ്റ്റൻസ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു 1/2 ആയിട്ട് ഡ്രഗ് സ്ട്രെങ്ത് കിട്ടുന്നത് കേട്ടോ. അത്രയും കാൽക്കുലേഷനിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ഡ്രഗ് സ്ട്രെങ്ത് 1/2 എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെയും പൊട്ടൻറ്റൈസേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സെൻഡെസിമൽ സ്കെയിലിൽ 2 പാർട്ടും 19 പാർട്ടും 1C പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ ഫർദർ പൊട്ടൻസിക്ക് 1:99 തന്നെ റേഷ്യോ. ഡെസിമലിൽ വരുമ്പോൾ 2 പാർട്ടും 8 പാർട്ടും ആയിട്ട് എടുക്കുക. ഫർദർ പൊട്ടൻസി വരുമ്പോൾ 1 പാർട്ടും 9 പാർട്ടും. ഇപ്പോൾ ക്ലാസ് 2 ക്ലിയർ ആണോ? ഓക്കെ, ക്ലാസ് 1 and 2 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് 3ൽ വരുമ്പം അവിടുത്തെ റേഷ്യോ നോക്കുക. ഡ്രഗ് ഈസ് ടു ആൽക്കഹോൾ 1:2. ക്ലാസ് 1ൽ എന്തായിരുന്നു റേഷ്യോ? 1:1. ക്ലാസ് 2ൽ 3:2. 3:2. ക്ലാസ് 3ൽ 1:2. അപ്പോൾ ഇവിടെ പ്രിപ്പറേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെറ്റമെഡിക്കൽ പ്യൂറയിൽ സ്പില്ല മെഡിസിനിലാണ് പ്രിപ്പറേഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡ്രഗ് സ്ട്രെങ്ത് ഈസ് 1/6. ക്ലാസ് 3ൽ വരുമ്പോൾ 1/6. ക്ലാസ് 2ൻ്റെ എത്രയായിരുന്നു? ക്ലാസ് 2 1/2. ക്ലാസ് 1ൻ്റെത് 1/2. 1/2. ക്ലാസ് 3ക്ക് 1/6. 1/6. ഓക്കെ, അപ്പോൾ ക്ലാസ് 3 വന്നപ്പോൾ ഈ ഡ്രഗ് സ്ട്രെങ്ത് മാറിയിട്ടുണ്ട്. നേരത്തെ രണ്ടിടത്തും 1/2 ആണ് വന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 1/6 ആണ്. അപ്പോൾ പൊട്ടൻറ്റൈസേഷൻ ശ്രദ്ധിച്ചോളുക. സെൻഡെസിമലിൽ വരുമ്പോൾ 6 പാർട്ട് ടിഞ്ചർ, 94 പാർട്ട് ഡൈല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, അതാണ് 1C എന്ന് പറയുന്നത്. 6 പാർട്ട് ടിഞ്ചറും 94 പാർട്ട് ഡൈല്യൂട്ട് ആൽക്കഹോളും. അത് 1C. 2C മുതൽ അങ്ങോട്ട് പഴയ പോലെ തന്നെ 1:99 റേഷ്യോയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഡെസിമൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? സെൻഡെസിമലിൽ 6 പാർട്ടും 94 പാർട്ടും ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡെസിമലിൽ എങ്ങനെയായിരിക്കും? 6:4. 6 പാർട്ട് ടിഞ്ചറും 4 പാർട്ട് ആൽക്കഹോളും ആയിട്ടാണ് ഡെസിമലിൽ എടുക്കുക. അത് 1xൻ്റെ പ്രിപ്പറേഷൻ. 2x തൊട്ട് എങ്ങനെയായിരിക്കും? 1:9. 1:9 റേഷ്യോയിലായിരിക്കും 2x തൊട്ട് വരുന്നത്. ഓക്കെ, അതാണ് ക്ലാസ് 3. ആ ഒരു ഡ്രഗ് സ്ട്രെങ്ത് ഓർത്തോളുക 1/6. അതനുസരിച്ചിട്ടാണ് ഫർദർ പൊട്ടൻറ്റൈസേഷൻ വരുന്നത്. 1/6 ആയതുകൊണ്ട് നമ്മൾ 6 പാർട്ട് ടിഞ്ചറും 94 പാർട്ട് ഡൈല്യൂട്ട് ആൽക്കഹോൾ എടുത്തിട്ടാണ് സെൻഡെസിമലി പൊട്ടൻറ്റൈസ് ചെയ്യുന്നത്. ഡെസിമലിലേക്ക് വരുമ്പോൾ 6 പാർട്ട് ടിഞ്ചറും 4 പാർട്ട് ആൽക്കഹോളും കൂടെ വെച്ചിട്ടാണ് ആ ഒരു ഡെസിമലിൽ പൊട്ടൻറ്റൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് പൊട്ടൻസി മാത്രമാണ്. ഫർദർ പൊട്ടൻസിക്ക് ആ ഒരു യൂഷ്വൽ റേഷ്യോ. ഈ 2x മറ്റേ വേണം, ഈ ഡെസിമൽ സ്കെയില് 2x ഉണ്ടല്ലോ, അതില് മറ്റേ 1x പ്ലസ് 9 ഡൈല്യൂട്ട് ആൽക്കഹോൾ ആണല്ലോ ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണോ? ഡൈല്യൂട്ട് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്.
ആണല്ലേ? ആ ഓക്കെ. ഡിഫറൻസ് ഉള്ളതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലാസ് ഫോറിന്റെ പ്രിപ്പറേഷൻ. ക്ലാസ് 4 ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്? ഡ്രൈഡ് ആണ് അല്ലേ? ഒട്ടും ജ്യൂസി കണ്ടന്റ് ഇല്ലാത്ത ടൈപ്പ് ഡ്രഗ്സ് ആണ് ക്ലാസ് 4. ഓക്കെ, അപ്പോൾ റേഷ്യോ ക്ലാസ് 4ന്റെ റേഷ്യോ നോക്കാം. 1:5 ആണ് ക്ലാസ് 4ന്റെ റേഷ്യോ. അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റാഫിസാഗ്രിയ, സ്പൈജീലിയ, 2 മെഡിസിൻ്റെ അണ്ടറിൽ ക്ലാസ് 4ന്റെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. സ്റ്റാഫിസാഗ്രിയ, സ്പൈജീലിയ. ഓക്കെ, ക്ലാസ് 2 ആണെങ്കിൽ ഏതായിരുന്നു മെഡിസിൻ മെൻഷൻ ചെയ്തിട്ടുള്ള മെഡിസിൻ? തൂജ. തൂജ. ക്ലാസ് 1-ന് ബെല്ലഡോണ. ഓക്കെ, ക്ലാസ് 3-ക്ക് സ്കില്ല. സ്ക്യൂല്ല. ഓക്കെ, ഇനി ഇതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് ഈസ് 1/10. ക്ലാസ് 6ന്റെ ക്ലാസ് 3യുടെ ഡ്രഗ് സ്ട്രെങ്ത് 1/6. 1/6. 1 and 2-ന് 1/2. 1/2. ക്ലാസ് 1 and 2-ന് 1/2. ക്ലാസ് 3-ക്ക് 1/6. ക്ലാസ് 4-ന് 1/10. ഓക്കെ, അപ്പോൾ 1/10 ആവുമ്പോൾ പൊട്ടൻറ്റൈസേഷൻ പറയാമോ? 1C എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുക? 1C നമുക്ക് 1/10 ആണ് ഡ്രഗ് സ്ട്രെങ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 10 പാർട്ട് ടിഞ്ചർ എടുക്കുക, 90 പാർട്ട് ആൽക്കഹോൾ, ഡൈല്യൂട്ട് ആൽക്കഹോളും കൂടെ ആയിട്ട് മിക്സ് ചെയ്യുക. 10 സക്സഷൻ കൊടുക്കുക, അത് 1C. ഫർദർ 2C തൊട്ടങ്ങോട്ട് 1:99 എന്നുള്ള റേഷ്യോയിൽ പോകുക. ഇനി ഡെസിമൽ സ്കെയിലിൽ 1x എന്ന് പറയുന്നതിൻ്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 1x 1/10 ആണ് അല്ലേ? 1/10 ആണ് 1xന്റെ ഡ്രഗ് സ്ട്രെങ്ത്. സോ അപ്പോൾ നമ്മുടെ ക്ലാസ് 4ന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 1/10. 1/10. സോ 1x എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 4ന്റെ കേസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പൊട്ടൻസി മദർ ടിഞ്ചറും ഇക്വലൻ്റ് ആണ്. ഓക്കെ, മദർ ടിഞ്ചർ ഇറ്റ് സെൽഫ് ഈസ് ദ ഫസ്റ്റ് പൊട്ടൻസി. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പൊട്ടൻസി വേണ്ട കേസുകളിൽ ടിഞ്ചർ തന്നെ യൂസ് ചെയ്യുക. ക്ലാസ് 4 അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത ഡ്രഗ് സബ്സ്റ്റൻസുകളാണെങ്കിൽ രണ്ടും ഒരേ ഡ്രഗ് സ്ട്രെങ്ത് ആണ് 1/10. ഓക്കെ, 2x ആണെങ്കിൽ 1:9 എന്നുള്ള റേഷ്യോയിൽ പോകുക. അത് ക്ലിയർ ആണോ ആ ഒരു പൊട്ടൻറ്റൈസേഷൻ ക്ലാസ് 4ന്റെ? ഇതിലൊക്കെ മാഡം ജസ്റ്റ് ആൽക്കഹോളിന് എഴുതിയിട്ടുള്ളത്, അപ്പൊ അതേതാണ്? ഡൈല്യൂട്ട് ആൽക്കഹോൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം അത്രയാണ് ഫസ്റ്റ് നമ്മളുടെ മദർ ടിഞ്ചർ പ്രിപ്പറേഷൻ. എത്ര ക്ലാസ്സസ് ആണ് മദർ ടിഞ്ചർ പ്രിപ്പറേഷന്? 4 classes. 4 ക്ലാസ്സസ് ആണ്. ഓരോന്നിൻ്റെയും റേഷ്യോ ഓർക്കുക. ദെൻ ഡ്രഗ് സ്ട്രെങ്ത് ഏത് മെഡിസിനിൽ പറയുന്നു എന്നുള്ളത് ഓർക്കുക. ക്ലാസ് 4ലേക്ക് വരുമ്പോൾ പൊട്ടൻറ്റൈസേഷൻ ശ്രദ്ധിച്ചോളുക. ക്ലാസ് 4ൽ വരുമ്പോൾ 1x പ്രിപ്പറേഷൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മദർ ടിഞ്ചർ തന്നെയാണ് അവിടുത്തെ 1x എന്ന് പറയുന്നത് ക്ലാസ് 4ന്റെ. ഓക്കെ, ഡ്രഗ് സ്ട്രെങ്ത് ഈസ് 1/10. 1xന്റെ സ്ട്രെങ്ത് ചോദിച്ചാൽ എത്രയാണ്? 1/10. 1/10 ആണ്. നമുക്കിവിടെ ഓൾറെഡി 1/10 ആ ഒരു സ്ട്രെങ്തിലാണ് നമ്മൾ ടിഞ്ചർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ടിഞ്ചർ ഇറ്റ് സെൽഫ് ഈസ് ദ ഫസ്റ്റ് പൊട്ടൻസി. ഓക്കെ, അപ്പോൾ ടിഞ്ചർ ക്ലിയർ ആണ്? Yes, ma'am. ഓക്കെ, അപ്പോൾ മദർ സൊല്യൂഷനിലേക്ക് പോകാം. മദർ സൊല്യൂഷന് വേണ്ടിയിട്ട് എത്ര ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്? 2 classes. 2 ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിപ്പറേഷൻ സിമ്പിളാണ്, മദർ സൊല്യൂഷൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, ആൽക്കഹോളിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ക്ലാസ് 6 അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം.
അതല്ല പ്യൂരിഫൈഡ് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അക്വസ് സൊല്യൂഷൻസ് ക്ലാസ് 5 അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 5A ആണെങ്കിൽ 1:9, 5A ആയാലും 6A ആയാലും എടുക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 1:9 തന്നെ ആയിരിക്കും. ആ ഒരു വെഹിക്കിളിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. 5-ലാണെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ യൂസ് ചെയ്യുക, 6-ലാണെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? ആൽക്കഹോൾ. ആൽക്കഹോൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം 1:9 എന്നുള്ള റേഷ്യോയിലായിരിക്കും എടുക്കേണ്ടത്. ഇനി 6B ആയാലും 5B ആയാലും റേഷ്യോ സെയിം തന്നെയാണ്, 1:99. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടേ അവിടെ. അപ്പോൾ 1:99 എന്നുള്ള റേഷ്യോയിൽ ഡ്രഗും വെഹിക്കിളും എടുക്കുക. 6B ആണെങ്കിൽ ആൽക്കഹോൾ എടുക്കുക, 5B ആണെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ എടുക്കുക. ഓക്കെ, അതാണ് അവരുടെ റേഷ്യോ. 5Aയും 6Aയും സെയിം റേഷ്യോ ആണ്, 5Bയും 6Bയും സെയിം റേഷ്യോ ആണ്. ദെൻ ഡ്രഗ് സ്ട്രെങ്ത് അതനുസരിച്ച് ഡ്രഗ് സ്ട്രെങ്ത് ഒരുപോലെ തന്നെയാണ് വരുന്നത്. 5Aക്കും 6Aക്കും 1/10, 5Bക്കും 6Bക്കും 1/100. ഓക്കെ, ഇനി ആസിഡ് ഫോസ് എന്നുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അതൊരു ഒതൻറ്റിക് ആയിട്ട് ആസിഡ് ഫോസിലല്ല പറയുന്നത്, ആസിഡ് ഫോസ് എക്സാമ്പിൾ ഇട്ടുന്നേ ഉള്ളൂ. എവിടെയാണ് പറയുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇനി എൻ്റെ ഫർദർ പൊട്ടൻറ്റൈസേഷൻ നോക്കാം. സെൻഡെസിമൽ സ്കെയിലിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? 1/10 ആണ് ഡ്രഗ് സ്ട്രെങ്ത് എങ്കിൽ സെൻഡെസിമൽ സ്കെയിലിൽ എങ്ങനെയാണ് എടുക്കേണ്ടത്? 10 പാർട്ടും 90 പാർട്ടും 10 പാർട്ട് ടിഞ്ചറും 90 പാർട്ട് ആൽക്കഹോളും എടുക്കുക. അപ്പോൾ കിട്ടുന്ന പൊട്ടൻസി ഏതാ? 1C. 1C ആയിരിക്കും കിട്ടുന്നത്. 10 ഫർദർ പൊട്ടൻസി ആണെങ്കിൽ ഏത് റേഷ്യോയിൽ എടുക്കണം? 1:99. 1:99 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. അത് സെൻഡെസിമൽ സ്കെയിലിൻ്റെ കേസ്. ഇനി ഡെസിമൽ സ്കെയിലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? 1x എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സിക്സ് എയുടെ 1x എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സോറി, 5Aയുടെ 1x സെയിം തന്നെ ആയിരിക്കും അല്ലേ? 5Aയുടെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 1/10. 1/10. 1/10 സ്ട്രെങ്ത് ഉള്ള പൊട്ടൻസി 1x എന്ന് പറയുന്ന പൊട്ടൻസിയുടെ സ്ട്രെങ്ത് 1/10 തന്നെ അല്ലേ? സോ അപ്പോൾ 1x ടിഞ്ചർ തന്നെയാണ് വരിക. 2x വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1:9 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. ടിഞ്ചറാണോ എടുക്കണ്ടേ 2x പ്രിപ്പയർ ചെയ്യാൻ? ടു എക്സ് പ്രിപ്പയർ ചെയ്യാൻ 1 പാർട്ട് ടിഞ്ചർ ആണോ എടുക്കേണ്ടത്, 1x ആണോ എടുക്കേണ്ടത്? സെയിം അല്ലേ ഇപ്പൊ? ടിഞ്ചർ തന്നെയാണല്ലോ. സെയിം തന്നെയാണ്. ഓക്കെ, അത് ഈ ഒരുപോലെ വരുന്ന കേസുകളിലേ ഉള്ളൂ, അല്ലാതെയുള്ള കേസുകൾ ശ്രദ്ധിച്ചോളുക. സെക്കൻഡ് പൊട്ടൻസി വരുമ്പോൾ പ്രീവിയസ് പൊട്ടൻസി എടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ 1x എന്ന് പറഞ്ഞാലും ടിഞ്ചർ എന്ന് പറഞ്ഞാലും സെയിം തന്നെ ആയതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത് കേട്ടോ, അത് ശ്രദ്ധിച്ചോളണേ. ഇനി നെക്സ്റ്റ് 5B വരുമ്പോൾ 1:99 ആണ് റേഷ്യോ. അവിടുത്തെ ഡ്രഗ് സ്ട്രെങ്ത് ഈസ് 1/100. ഓക്കെ, ഇവിടെ ഹൈഡ്രോസൈനിക് ആസിഡ് ഒരു എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. ദെൻ പൊട്ടൻറ്റൈസേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? 1C എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? 1:99 ആണ് റേഷ്യോ, 1/100 ആണ് ഡ്രഗ് സ്ട്രെങ്ത്. 1C എങ്ങനെ പ്രിപ്പയർ ചെയ്യും? വൺ സി എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്? 1C സെൻഡെസിമൽ സ്കെയിലിലെ ഫസ്റ്റ് പൊട്ടൻസി സ്ട്രെങ്ത് എത്രയാണ്? 1/100. 1/100. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പൊട്ടൻസി എന്ന് പറയുന്നത് ടിഞ്ചർ തന്നെ ആയിരിക്കും അല്ലേ? ദെൻ സെക്കൻഡ് പൊട്ടൻസി വരുമ്പോൾ സെൻഡെസിമലിലാകുമ്പോൾ എന്താണ് റേഷ്യോ? 1:99. 1:99 റേഷ്യോയിൽ പോവുക. ഓക്കെ, ഇനി ഡെസിമൽ സ്കെയിലിൽ വരുമ്പോൾ 1x ഉണ്ടോ? ഇല്ല. 1xന്റെ ഡ്രഗ് 1x ഇല്ല. സ്ട്രെങ്ത് 1x ഇല്ല. 1xന്റെ ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്?
1x-ന്റെ സ്ട്രെങ്ത് 1/10. 1/10. ഇവിടെ ഓൾറെഡി ടിഞ്ചർ തന്നെ 1/100 ആണ് ഡ്രഗ് സ്ട്രെങ്ത് വരുന്നത് അല്ലേ? അപ്പൊ 1/100 സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 2x ആയില്ലേ? ക്ലിയർ ആണോ അത്? ത് 2x എന്ന് പറഞ്ഞത് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എല്ലാം കൂടെ ഒരുമിച്ചായിട്ടൊരു കൺഫ്യൂഷൻ ആയില്ലേ? അതുവരെയൊക്കെ ഓക്കെ ആണ്. പിന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് 6b വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതും കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, 5b നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഡെസിമലിന്റെ സ്ട്രെങ്ത് എത്രയാണ്? ഫസ്റ്റ് പൊട്ടൻസിയുടെ 1x-ന്റെ സ്ട്രെങ്ത് എത്രയാണ്? 1/10. 1/10. 2x-ന്റെ സ്ട്രെങ്ത് എത്രയാണ്? 1/100. 1/100. 1/100. ഓരോ പൊട്ടൻസി അങ്ങോട്ട് പോകും തോറും 1/10 × 10 × അങ്ങനെ പോകും അല്ലേ? 3x ആകുമ്പോൾ 1/10 × 10 × 10 അങ്ങനെയല്ലേ സ്ട്രെങ്ത് പോകുന്നത്? അങ്ങനെയാണോ സ്ട്രെങ്ത് പോകുന്നത്? അതെ. ഡെസിമലില് 1/10 എന്നുള്ളതാണ് 1x-ന്റെ സ്ട്രെങ്ത്. ഓക്കെ, 2x ആകുമ്പോൾ ഒരു 1/10 കൂടെ വരും. 1/10 × 1/10 ആണോ? അതെ അതെ. 1x-നകത്ത് 1 gram മെഡിസിനൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ 2x ആകുമ്പോഴേക്കും ഒരു 1/10 ആണ്. 1 ഗ്രാമിൽ മൊത്തം 1 ഗ്രാമിൽ അല്ലെങ്കിൽ 10 ഗ്രാമിൽ 1 ഗ്രാം ഉണ്ടെങ്കിൽ 2x ആകുമ്പോഴത്തേക്ക് അത് 100 ഗ്രാമിൽ 1 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ടാണ് 1/100 ആകുന്നത്. അങ്ങനെ ഓരോ 0 വീതം കൂടി പോകും. നിങ്ങളത് ഒന്ന് വളരെ കാര്യമായിട്ടൊന്ന് എഴുതി പഠിച്ചാൽ മനസ്സിലാവും. 1/10 ഉള്ളതിൽ നിന്ന് 1/10 എടുത്തിട്ടാണ് അടുത്ത ഓരോ പൊട്ടൻസി ഉണ്ടാക്കി പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. അതിന് കൂടുതൽ കണക്കൊന്നും നോക്കണ്ട. ഓരോ പൊട്ടൻസി വരുമ്പോൾ ഒരു 0 കൂടെ ഡ്രഗ് സ്ട്രെങ്തിൽ കുറച്ച് ഒരു 0 താഴെ കൂട്ടി എഴുതി പോയാൽ മതി. ഓക്കെ, നിങ്ങളതൊന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർ അപ്പോൾ 5bയിൽ ഓൾറെഡി നമ്മുടെ മദർ സൊല്യൂഷൻ്റെ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/100 ആണ്. സോ അപ്പോൾ ഡെസിമൽ സ്കെയിലിലേക്ക് വരുമ്പോൾ 1/100 എന്ന് പറയുന്ന ആരുടെ സ്ട്രെങ്ത് ആണ്? 1x-ന്റെ ആണോ? 2x-ന്റെ. 2x-ന്റെ സ്ട്രെങ്ത് ആണ് ഡെസിമൽ സ്കെയിലിൽ ആ ഒരു ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 2x-ഉം ടിഞ്ചറും ഇക്വലൻ്റ് ആണ് ഡെസിമലിലേക്ക് വരുമ്പോൾ അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. 5bയിൽ 1x പ്രിപ്പറേഷനൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. 5bയിൽ നമുക്ക് 1x പ്രിപ്പറേഷൻ ഇല്ല. 2x തൊട്ടാണ് പൊട്ടൻറ്റൈസേഷൻ വരുന്നത്. 2x എന്ന് പറയുന്നത് ടിഞ്ചർ തന്നെയാണ്. ഓക്കെ, ദെൻ ഫർദർ പൊട്ടൻസിയിലേക്ക് പോവുക. 3x-ലേക്ക് പോകുമ്പോൾ നമ്മൾ യൂഷ്വൽ റേഷ്യോ 1:9 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ എടുക്കുക. 1 പാർട്ട് 2x യൂസ് ചെയ്യുക. 2x എന്ന് പറയുന്നത് ടിഞ്ചർ തന്നെ. ഓക്കെ, 1 പാർട്ട് 2x-ഉം 9 പാർട്ട് ആൽക്കഹോളും വെച്ചിട്ട് ഫർദർ പൊട്ടൻസീസ്. ക്ലാസ് 6-ഉം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണെന്നേ ഉള്ളൂ. വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് ആൽക്കഹോളാണ്. അപ്പോൾ ക്ലാസ് 6A പ്രിപ്പറേഷൻ ഓതൻറ്റിക്കായിട്ട് പറയുന്നത് മെറ്റീരിയൽ ഗോയക്കത്തിലാണ് കേട്ടോ. എന്നിട്ടേക്കുന്നത് മെറ്റീരിയൽ പ്യൂറയിൽ ഗോയക്കത്തിലാണ് ഈ ക്ലാസ് 6A പ്രിപ്പറേഷൻ ഓതൻറ്റിക്കായിട്ട് പറയുന്നത്. ദെൻ 6Aയിലും ഡ്രഗ് സ്ട്രെങ്ത് എത്രയാണ്? 5A കണക്ക് തന്നെയാണ് 6A വരുന്നത്. ഡ്രഗ് സ്ട്രെങ്ത് എത്ര വരും?
1/10. 1/10. പൊട്ടൻറ്റൈസേഷനും സെയിം തന്നെയാണ്. 1x എന്താണ് 6A 1x എന്ന് പറയുന്നത് ടീച്ചർ തന്നെയാണ്. ടിഞ്ചർ തന്നെയാണ്. ദെൻ ഫർദർ പോകുമ്പോൾ 1:9 എന്നുള്ള റേഷ്യോയിൽ എടുക്കാം. ദെൻ 6B സെയിം. 6Bയിൽ ഒരു ഡിഫറൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ 6Bയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1:99 തന്നെയാണ് റേഷ്യോ. ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആണ്. പക്ഷേ അക്കോർഡിംഗ് ടു ജർമ്മൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ 1:50 എന്നുള്ള റേഷ്യോയിലാണ് ചെയ്യുന്നത്. ജർമ്മൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ 6Bയുടെ പ്രിപ്പറേഷൻ ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. 1:50 എന്നുള്ള റേഷ്യോയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന റേഷ്യോ ആണ്. പക്ഷെ ഒരു ഡിഫറൻസ് ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയുടെ ഡിഫറൻസ് പറയുന്നുണ്ട്. 1:50 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഡ്രഗ് സ്ട്രെങ്ത് 1/100. റേഷ്യോ എന്ന് പറയുന്നത് 1:99. പൊട്ടൻറ്റൈസേഷനിലേക്ക് പോകുമ്പോൾ 2x എന്താണ് 6Bയുടെ 2x മദർ ടീച്ചറാണ്. ടിഞ്ചർ തന്നെ ആയിരിക്കും. 1C ടീച്ചറാണ്. ടിഞ്ചർ തന്നെ ആയിരിക്കും അല്ലേ. 1/100 അല്ലേ ഡ്രഗ് സ്ട്രെങ്ത്. സെൻഡസിമലിന്റെ ഡ്രഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/100. ഫസ്റ്റ് പൊട്ടൻസിയുടെ സ്ട്രെങ്ത് 1/100. സോ ടിഞ്ചർ തന്നെ ആയിരിക്കും 1C. ഡെസിമലിലേക്ക് വരുമ്പം സെക്കൻഡ് പൊട്ടൻസിയുടെ സ്ട്രെങ്ത് ആണ് 1/100. സോ അപ്പോൾ 2x ഈസ് ടിഞ്ചർ. അല്ല മാം, അപ്പൊ ഈ റേഷ്യോ വന്നിട്ട് 1:50 ആകുമ്പോൾ ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആവും. ഡ്രഗ് സ്ട്രെങ്ത് 1/100 ആയിരിക്കത്തില്ല. അതനുസരിച്ചിട്ട് മാറ്റം ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു അതായത് റേഷ്യോ ജസ്റ്റ് GHP അതാണ് ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം ഓർത്തു ഓർത്ത് വെക്കുക. വെക്കുക. ഒരു റേഷ്യോ ഓർത്ത് വെക്കുക.